13 ചുമരുകൾ, 13 യുവചിത്രകാരികൾ. കേരളീയത്തെ വരവേൽക്കാൻ മാനവീയം വീഥിയും ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ സാംസ്കാരിക ഇടനാഴി എന്നറിയപ്പെടുന്ന മാനവീയം വീഥി കഴിഞ്ഞ ഒരാഴ്ചയായി വ്യത്യസ്ത ഛായങ്ങളാൽ സമ്പുഷ്ടമാണ്. 13 യുവ ചിത്രകാരികളാൽ വീഥിയിലെ ഓരോ ചുമരും വ്യത്യസ്ത രാഷ്ട്രീയമാണ് കാണികൾക്ക് മുന്നിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മളെങ്ങനെ നമ്മളായി എന്ന ആശയത്തെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടെയാണ് ഓരോരുത്തരും അവതരിപ്പിച്ചത്. കേരളത്തിന്റെ സംസ്കാരത്തെയും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെയും വളരെ കൃത്യതയോടെ തന്നെ ചിത്രീകരിച്ചു. മിക്സ് ഓഫ് എന്താ പറയുക, ഇതിലൊരു ലേഡി ഉണ്ട്, പുള്ളിക്കാരി ഉറങ്ങുമ്പോൾ ഉള്ള സ്വപ്നങ്ങളും ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ റിയാലിറ്റിയും ഡ്രീമും തമ്മിലുള്ളൊരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു നിമിഷം, അതാണ് ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള സദ്യമയക്കം എന്ന് ഉദ്ദേശിക്കുന്നത്. ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് സ്ത്രീകളുടെ ജീവിതം എത്രത്തോളം ആ കൺസെപ്റ്റിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് എൻ്റെ വർക്കിൽ ഞാൻ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റുകളാണ് ഈ ഡൊമസ്റ്റിക് സ്പേസുകളും ഡൊമസ്റ്റിക് ഒബ്ജക്റ്റുകളും എല്ലാം. ഇനി ഈ വഴി യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ഈ ചുമരുകളിലേക്ക് നോക്കിയിരിക്കുമെന്നത് തീർച്ചയാണ്. അത്രത്തോളം ഗംഭീരമായ ഐഡിയകളാണ് ഇതിലെ ഓരോ വരികൾക്ക് പിന്നിലും. സ്ത്രീകൾ എങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു, പിന്നെ അവർ കൂടുതൽ എങ്ങനെ മികച്ച ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നു, അത്തരത്തിലൊക്കെയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. എൻ്റെ വർക്കുകളൊരു വിമൻ പിന്നെ ഫീമെയിൽ ഇഷ്യൂസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ എൻ്റെ സെൽഫും ഞാനടങ്ങുന്ന സ്ത്രീകളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളും അത്തരത്തിലുള്ള വർക്കുകളാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള ഒരു മിത്തിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ഒരു നെറേറ്റീവ് പോലത്തെ സംഭവമാണ്. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങിയ ഭഗവതിയൊക്കെ പാസ് ചെയ്യും എന്നൊക്കെ പറയുന്നൊരു മിത്തില്ലേ, അങ്ങനെ അതിനൊരു ബേസ് ചെയ്തിട്ടൊരു നെറേറ്റീവാണ്. പതിവിലും ഗാംഭീര്യത്തോടെ ഇന്ന് മാനവീയം വീഥി ഉണർന്നിരിക്കുകയാണ്. നമ്മളെങ്ങനെ നമ്മളായി എന്ന ആശയത്തിലൂന്നി 13 ചുമരുകളിലായി 13 സ്ത്രീകളിലൂടെ. ക്യാമറാമാൻ സുരേഷിനൊപ്പം അർച്ചന രവീന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.